നമസ്കാരം. ലോകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കേരളത്തിൽ CPM നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെപ്പോലെയുള്ള പ്രതിസന്ധികൾ ഒരിക്കലും തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകില്ല. കാരണം അത്രയേറെ പ്രതിസന്ധികളാണ് ഒന്നിനു പിറകെ ഒന്നായി CPM കേരളത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ CPMനെ അലട്ടുന്ന പ്രശ്നം പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ്റെ മകൾ വീണയ്ക്ക് ED വെള്ളിയാഴ്ച ഹാജരാകാനായി സമൻസ് അയച്ചിട്ടുണ്ട്. ഇതുവരെ CPM നേതാക്കൾ ബേബിയും ജോൺ ബ്രിട്ടാസും MB ഗോവിന്ദനും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പോലും ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ കേസാണ്, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വെച്ച് BJP CPMനെയും പിണറായി വിജയനെയും തകർക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു ന്യായീകരണമൊക്കെ നടത്തിയിരുന്നു. ജനങ്ങൾക്കും അണികൾക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായെങ്കിലും ഇവർക്ക് ഇത്തരത്തിൽ ന്യായീകരിക്കുന്നതിന് നേതാക്കൾക്ക് യാതൊരു ഉളുപ്പുമുണ്ടായില്ല. ജനങ്ങളൊക്കെ ഒരു ചെവിയിൽ കൂടി കേട്ട് മറ്റൊരു ചെവിയിൽ കൂടി അണികളൊക്കെ കളഞ്ഞു. ജനങ്ങളൊക്കെ ഇത് കേട്ട് ചിരിച്ചു. അതിനപ്പുറം ഒന്നും സംഭവിച്ചില്ല. ഈ 2 ആഴ്ച മുൻപാണ് പിണറായി വിജയൻ്റെ മകളുടെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ ED ഉദ്യോഗസ്ഥർ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് റെയ്ഡിനെത്തിയത്. അന്ന് അവരവിടെ ആക്രമിക്കപ്പെട്ടു. ഏകദേശം 6-7 മണിക്കൂർ അവിടെ ED ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തി. ഈ റെയ്ഡിനെ MA ബേബിയും ഗോവിന്ദനും അടക്കമുള്ള നേതാക്കൾ കണ്ഠമിടറിക്കൊണ്ട് പറഞ്ഞത് വന്ധ്യവയോധികനായ പിണറായി വിജയനെ അവർ പീഡിപ്പിച്ചു എന്നൊക്കെയാണ്. എന്നുവെച്ചാൽ അവിടെ ചോദ്യം ചെയ്തു എന്നൊക്കെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വിടാതെ, മൂത്രമൊഴിക്കാൻ പോലും വിടാതെ പിണറായി വിജയനെ അവിടെ ചോദ്യം ചെയ്തു എന്നൊക്കെയാണ് ഇവരൊക്കെ കണ്ടമിടറിക്കൊണ്ട് പറഞ്ഞത്. എന്നാൽ പിണറായി വിജയൻ വന്ന് പറഞ്ഞത് എന്നെ ചോദ്യം ചെയ്തിട്ടില്ല, മകളോട് ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു എന്നുള്ളത് മാത്രമാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുവരെ പിണറായി വിജയൻ കേസിൽ പ്രതിയായിട്ടില്ല, പിണറായി വിജയനെ ചോദ്യം ചെയ്തിട്ടില്ല, അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഇതുവരെ കേസിൽ പ്രതിയാക്കിയിട്ടില്ല. ഇനി ഒരുപക്ഷെ അതുണ്ടാകും. കാരണം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ മകൾക്ക് 2,78,00,000 രൂപ കൊടുക്കാൻ കരിമണൽ കർത്തയുടെ കമ്പനി തയ്യാറായത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി മുന്നോട്ട് വരുന്നതേ ഉള്ളൂ. പിണറായി വിജയൻ അന്ന് പറഞ്ഞത് എന്നെ ചോദ്യം ചെയ്തിട്ടില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നേതാക്കളുടെ വാദങ്ങളുടെ മുനയൊടിഞ്ഞു. ഇപ്പോൾ വീണ മാത്രമാണ് പ്രതി. വീണ പ്രതിയായിരിക്കുമ്പോൾ എന്തിനാണ് CPM പ്രവർത്തകരും പാർട്ടിയും നേതാക്കളുമൊക്കെ ഈ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതും പ്രതിരോധിച്ചതും എന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. CMRൽ നിന്ന് എന്തിനാണ് വീണ 2,78,00,000 രൂപ കൈപ്പറ്റിയത് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം നൽകാൻ ഒരു CPM നേതാവിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വീണയുടെ ഭർത്താവായ മുഹമ്മദ് റിയാസ് പറയുന്നത് അത് നികുതി അടച്ച പണമാണ്, പിന്നെ എന്തിനാണ് അതിൻ്റെ പിന്നാലെ പോകുന്നത് എന്നാണ്. ഗോവിന്ദൻ പറയുന്നത് സുപ്രീം കോടതി വരെയുള്ള കോടതികൾ തള്ളിക്കളഞ്ഞൊരു കേസാണ്, BJPയുടെ ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു നീക്കമാണ്, CPMനെയും പിണറായി വിജയനെയും തകർക്കാനുള്ള ഒരു നീക്കമാണ് ഇതൊന്നൊക്കെയാണ് ഗോവിന്ദൻ ഇതുവരെ ന്യായീകരിച്ചത്. പക്ഷേ വീണയെ ചോദ്യം ചെയ്യാൻ സമൻസ് അയച്ചതോടുകൂടി കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുന്നത് CPM ആണ്. ഈ CPM എന്നുള്ള പാർട്ടിയെക്കുറിച്ച് നമുക്കറിയാം, അതിപ്പോൾ ഒരു പ്രസ്ഥാനമോ പാർട്ടിയോ ഒന്നുമല്ല, അതൊരു പിണറായി വിലാസം അധോലോകം മാത്രമാണ്. ഒരു ചെറിയ ഒരു അധോലോക സംഘമാണ് CPM. ഒരു സഖാവിന് വേണ്ട ഒരു ധാർമ്മികതയോ മനുഷ്യത്വമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും CPM പ്രവർത്തകർക്കോ നേതാക്കൾക്കോ ഇല്ല. ഇത് പിണറായി വിജയൻ കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ഒരു കമ്പനി, ആ കമ്പനിയെ നിയന്ത്രിക്കുന്ന ഒരു കങ്കാണി, അതാണ് MB ഗോവിന്ദൻ. അതായിരിക്കുന്നു ഇപ്പോൾ പാർട്ടി. ആ പാർട്ടിയുടെ നേതാക്കൾക്ക് പൊതുസമൂഹത്തിന് ഉത്തരം കൊടുക്കേണ്ട പല ചോദ്യങ്ങളും ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. വീണയ്ക്കെതിരെയാണ് കേസ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കും പാർട്ടി നേതാക്കൾക്കും ഇത്തരത്തിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാമായിരുന്നു. പരോക്ഷമായി അവരെ പിന്തുണച്ചാൽ മതിയായിരുന്നു, പ്രത്യക്ഷമായിട്ടുള്ള തരത്തിൽ വേണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരെ തടയുകയും ആക്രമിക്കുകയും ഒന്നും ചെയ്യേണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ ഇതുവരെ വഷളായില്ലായിരുന്നു. പിണറായി വിജയനെതിരെ ഇത്തരത്തിൽ കേസ് വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ, അദ്ദേഹത്തെ പ്രതി ചേർത്തിരുന്നെങ്കിൽ തീർച്ചയായും ഇവർക്ക് അത്തരത്തിലുള്ള ആരോപണങ്ങളെങ്കിലും ഉന്നയിക്കാമായിരുന്നു. പിണറായി വിജയൻ ഇത്തരത്തിൽ അഴിമതിയൊക്കെ നടത്തും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാൽ പോലും ഇത്തരത്തിലൊരു കേസ് വന്നാൽ ഇവർക്ക് വാദിക്കാനെങ്കിലും പിടിച്ചു നിൽക്കാനായിട്ടെങ്കിലും പറയാമായിരുന്നു അത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു കേസാണെന്ന്. പക്ഷേ അതിന് പോലും കഴിയാതെ പ്രതിയല്ലാത്ത പിണറായി വിജയന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങളൊക്കെ കാണിച്ചത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ ആയിരക്കണക്കിന് IT കമ്പനികളുണ്ട്. വിദേശത്തുള്ള വലിയ വലിയ കമ്പനികളുടെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന നിരവധി ജീവനക്കാരുള്ള IT കമ്പനികൾ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ആ കമ്പനികൾക്കൊന്നും കരാർ നൽകാതെ ഒരു ലൊട്ടിലൊടുക്ക കമ്പനിയായ വീണയുടെ കമ്പനിക്ക് എന്തിനാണ് കരാർ നൽകിയതെന്നും എന്തിനാണ് 2,78,00,000 രൂപ നൽകിയതെന്നും ഉള്ളത് ഒരു ചോദ്യമാണ്. അത് മാത്രം വിശദീകരിക്കാൻ ഈ നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. മാസപ്പടി മാത്രമല്ല വീണയ്ക്ക് നൽകിയിട്ടുള്ളത്, കരിമണൽ കർത്തയുടെ കമ്പനി വീണയ്ക്ക് വായ്പയും നൽകിയിട്ടുണ്ട്. ആ വായ്പ തിരിച്ചടച്ചത് ഈ മാസപ്പടി വാങ്ങിയ പണം കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വ്യക്തത വരുത്തേണ്ടി വരും. എന്ന് മാത്രമല്ല, വീണ മാത്രമാണ് ഈ കേസിൽ പ്രതിയാണ് എന്നുള്ള നിലയ്ക്ക് ഇനി നേതാക്കൾ എന്തു പറഞ്ഞ് ന്യായീകരിക്കും എന്നുള്ളതാണ്. അച്ഛനെ തകർക്കാനായി മകളെ കേസിൽ പ്രതിയാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആരും അത് വിശ്വസിക്കില്ല. അന്തം കമ്മികൾ പോലും വിശ്വസിക്കില്ല. വീണ വാങ്ങിയിരിക്കുന്നത് കൈക്കൂലി പണം എന്ന് തന്നെയാണ് അന്തം കമ്മികൾ പോലും ഇപ്പോഴും വിശ്വസിക്കുന്നത്. അവർക്ക് പക്ഷേ അത് പരസ്യമായി പറയാൻ കഴിയില്ല. ഈ പരസ്യമായി പറയാൻ കഴിയാത്തത് കൊണ്ട് അവരിപ്പോഴും നിശബ്ദത പാലിക്കുകയാണ്. പഴയതുപോലെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പിണറായി വിജയനും മകൾക്കും വേണ്ടി വന്ന് ഇവരൊന്നും വാദിക്കുന്നില്ല. അവരൊക്കെ നിശബ്ദരായിരിക്കുകയാണ്. എന്തായാലും CPM നേതാക്കളുടെ മുനയൊടിഞ്ഞിരിക്കുകയാണ്. അവരുടെ ന്യായീകരണങ്ങളുടെ മുനയൊടിഞ്ഞിരിക്കുകയാണ്. കാരണം വീണയ്ക്കാണ് സമൻസ് അയച്ചിരിക്കുന്നത്. പിണറായി വിജയൻ തന്നെ പറഞ്ഞിരിക്കുന്നു, എന്നെ ചോദ്യം ചെയ്തിട്ടില്ല, ഞാനിതിൽ പ്രതിയല്ല എന്ന് പിണറായി വിജയൻ തന്നെ പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഇനി CPM നേതാക്കൾ എന്ത് പറഞ്ഞ് ന്യായീകരിക്കും, എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. വീണയെ തള്ളിയ ഒരവസ്ഥയിലൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വീണ ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് കേസ് നേരിടാനുള്ള പ്രാപ്തി വീണയ്ക്കുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ നേതാക്കൾ പറയുന്നത്. ഇനി പിണറായി വിജയനെ എന്തായാലും കൈവിട്ട് കളയാൻ CPM തയ്യാറാകില്ല. അതിന് കഴിയില്ല. കാരണം പിണറായി വിജയന്റെ കൈപ്പിടിയിലാണ് ഇപ്പോഴും CPM. ഇനി എന്താണ് CPM നേതാക്കളുടെ നിലപാട് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്.